വിസ ടൈമിൽ എല്ലാവരും കൺഫ്യൂസ് ആകുന്ന ഒരു കാര്യമാണ് SDS കാറ്റഗറിയും നോൺ SDS കാറ്റഗറിയും. ഇതിൽ ഏതാണ് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത്? ഹായ് ഹലോ, ദിസ് ഈസ് ഹണി ഫ്രം ആക്സിസ് ഓവർസീസ് കരിയേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ SDS കാറ്റഗറിയും നോൺ SDS കാറ്റഗറിയും ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് പറയുന്നത് SDS കാറ്റഗറി, വിച്ച് ഈസ് സ്റ്റുഡൻറ്റ് ഡയറക്റ്റ് സ്ട്രീം. ഇങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള മെയിൻ റീസൺ ഫസ്റ്റാണ്, ഒരു 20 ഡേയ്സിലൊക്കെ കിട്ടുമെന്നാണ് ഇവരുടെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പറയുന്നത്. അതായത് ഇത്രയും സമയത്തിനുള്ളിൽ വിസ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആകും എന്നാണ് പറയുന്നത്. ഈ ഒരു കാറ്റഗറി വഴി എല്ലാ രാജ്യങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കുറച്ച് കൺട്രീസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇന്ത്യ, ബ്രസീൽ, ചൈന, കൊളംബിയ, പാകിസ്ഥാൻ, ഈ രാജ്യങ്ങൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഈ SDS കാറ്റഗറി വഴി അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ്, നമ്മൾ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുന്നത് വിസ ആപ്ലിക്കേഷൻ എല്ലാം ഓൺലൈൻ ആയിരിക്കും. ഇനി നോക്കുന്നത് എലിജിബിലിറ്റി റിക്വയർമെൻറ്റ്സ് ആണ്. മെയിൻ കാര്യം IELTS ആണ്. IELTSൽ ഇൻഡിവിജ്വൽ ബാൻഡ് 6ഉം മിനിമം ഓവറോൾ ബാൻഡ് 6ഉം ഉണ്ടെങ്കിൽ SDS വഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പ്ലസ് GIC അക്കൗണ്ട് ഉണ്ടായിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, GIC അക്കൗണ്ട് വേണം. $10,000 കനേഡിയൻ GIC അക്കൗണ്ട് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ കാനഡയിലുള്ള ഒരു ബാങ്കിൽ നമുക്ക് അക്കൗണ്ട് എടുത്ത് അതിൽ 10,000 കനേഡിയൻ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. കാനഡയിൽ ചെന്നതിന് ശേഷം ഓരോ മാസവും നമുക്ക് ഈ അക്കൗണ്ടിൽ നിന്നും വിഡ്രോ ചെയ്യാൻ പറ്റും. പിന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ 1 ഇയർ ഫുൾ ഫീസ് നമ്മൾ അടച്ചിരിക്കണം. അതും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ 2 സെമസ്റ്റർ ഉണ്ടെങ്കിൽ അത് ഒരുമിച്ച് ഫസ്റ്റ് തന്നെ നമ്മൾ പേ ചെയ്തിരിക്കണം. അഡീഷണൽ ആയിട്ട് മെഡിക്കൽ ചെക്കപ്പ് കൂടെ ഉണ്ടായിരിക്കണം. ഇനി നോക്കുന്നത് ഇതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ്. ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഈ SDS വിസയ്ക്ക് റിക്വയർഡ് ആയിട്ടുള്ളത്? ഒന്നാമതായി പറയുന്നത് LOA, ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ്. ഏത് കോളേജാണോ അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി ആണോ നമ്മൾ പഠിക്കുന്നത് അവിടുത്തെ ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് നമുക്ക് വേണം. രണ്ടാമതായി പറയുന്നത് IELTS സ്കോർ, മിനിമം 6 ബാൻഡ് എങ്കിലും ഉള്ള IELTS സ്കോർ കാർഡും നമുക്കുണ്ടായിരിക്കണം. മൂന്നാമത്തെയാണ് പ്രൂഫ് ഓഫ് 1 ഇയർ ഫീസ് പേയ്മെൻറ്റ്, ബാങ്ക് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ കോളേജിൽ നിന്ന് തരുന്ന ഒഫീഷ്യൽ റെസിപ്റ്റോ അങ്ങനെ. നാലാമതായിട്ട് പറയുന്നത് GIC സർട്ടിഫിക്കറ്റ് ആണ്. $10,000 കനേഡിയൻ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റും നമ്മൾക്ക് ഇതിനാവശ്യമാണ്. അഞ്ചാമത്തെയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ്. നമ്മുടെ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞതിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വേണം. ആറാമത്തെ കാര്യമാണ് നമ്മൾ മുന്നേ പഠിച്ചതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ്സ്, എഡ്യൂക്കേഷൻ ട്രാൻസ്ക്രിപ്റ്റ്സ് നമുക്ക് ആവശ്യമുണ്ട്, അതും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഏഴാമത്തെയാണ് വിസ ഫോം ആൻഡ് വിസ ഫീസ് റെസിപ്റ്റ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് SDS കാറ്റഗറിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ SDS കാറ്റഗറിയെ പറ്റി കുറച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നോൺ SDS കാറ്റഗറി വഴി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എടുക്കുന്ന ഏകദേശം 60 ഡേയ്സ് ആണ്. അപ്പോൾ SDS വഴി അപ്ലൈ ചെയ്യാൻ നമുക്ക് 20 ബിസിനസ് ഡേയ്സ് ആണ് പറയുന്നത്. ഇല്ലെങ്കിൽ നോൺ SDS കാറ്റഗറിയിൽ 2 months ആണ് പറയുന്നത്. ഇനി നോൺ SDS ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി വരുന്ന ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏകദേശം സിമിലർ തന്നെയാണ്, പക്ഷേ അഡീഷണൽ ആയിട്ട് വേണ്ടി വരുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ നമ്മൾ GIC അക്കൗണ്ട് ഇല്ലെങ്കിലും പ്രൂഫ് ഓഫ് ഫണ്ട്സ് കാണിച്ചിട്ട് നമുക്ക് വരാൻ പറ്റും. ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ആൻഡ് IELTS സ്കോറും ഇതിൽ നമുക്ക് വേണം. പിന്നെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമുക്ക് 6 മാസത്തേക്കുള്ള ഫീസ് മാത്രം അടച്ചാൽ മതിയായിരിക്കും. SDS കാറ്റഗറി ആണെങ്കിൽ നമ്മൾ 1 ഇയറിലേക്ക് പേയ്മെൻ്റ് ആണ് അടയ്ക്കുന്നത്. പക്ഷേ ഇവിടെ 6 മാസത്തിൻ്റെ ഫീസ് പേയ്മെൻറ്റ് ചെയ്താൽ മതിയാകും. പ്രൂഫ് ഓഫ് ഫണ്ട്സ്, ബാങ്ക് സർട്ടിഫിക്കറ്റ്സ്, ലോൺ അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ബെറ്റർ നോൺ SDS കാറ്റഗറിയിൽ ചെയ്യുന്നതായിരിക്കും. അതേസമയം SDSൽ GIC എമൗണ്ട് $10,000 കനേഡിയൻ കാണിക്കണം. പക്ഷേ ഈ ഒരു ഓപ്ഷൻ കമ്പൽസറി അല്ല. GIC അക്കൗണ്ട് എടുത്ത് ക്യാഷ് കാണിച്ച് നമുക്ക് വരാൻ സാധിക്കും. മെഡിക്കൽ എക്സാമിനേഷൻ, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ എന്തായാലും വേണം.
ഇതാണ് നോൺ SDS കാറ്റഗറിയിൽ നിങ്ങൾക്ക് വരുന്ന കാര്യം. അടുത്തത് SDS ആൻഡ് നോൺ SDS മെയിൻ ഡിഫറൻസ്, പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് കാര്യങ്ങൾ പറയാം. SDS ഫാസ്റ്റ് ആയിരിക്കും, നോൺ SDS സ്ലോ ആയിരിക്കും. പിന്നെ ഡോക്യുമെൻറ്റേഷൻ SDS സൈഡിൽ വളരെ കുറവായിരിക്കും. നോൺ SDSൽ നമ്മൾ അഡീഷണൽ ആയിട്ട് പല ഡോക്യുമെൻസും നമ്മൾ കൊടുക്കേണ്ടതായി വരും. അതുകൊണ്ട് ടൈം കൂടുതൽ എടുക്കുന്നുണ്ട്. $10,000 ആണ് SDS സൈഡിൽ വരുന്നത്. നോൺ SDS സൈഡിൽ ഫണ്ട് പ്രൂഫ്സ് ആയിട്ട് എടുക്കാം. GIC ആയാലും കുഴപ്പമില്ല, നോട്ട് കമ്പൽസറി. SDS ഫസ്റ്റ് ഇയർ ഫുൾ ഫീസ് കൊടുക്കണം. നോൺ SDS 6 മാസത്തേക്ക് ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ വരാൻ പറ്റും. SDS IELTS മിനിമം 6 ബാൻഡ്സ് വേണം. നോൺ SDS കാറ്റഗറിയിൽ ബാൻഡിന് കമ്പൽസറി ഒന്നുമില്ല. IELTS 6 ബാൻഡ്സ് ഇല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ SDS ആണെങ്കിലും നോൺ SDS ആണെങ്കിലും 6 or 6.5 വെച്ചിട്ടെങ്കിലും അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ വിസ റിജക്റ്റ് ആവാനായിട്ട് സാധ്യതയുണ്ട്. IELTS കുറിച്ച് പറയുകയാണെങ്കിൽ ചില കോളേജസിനൊക്കെ 6.5 ബാൻഡാണ് പറയുന്നത്. ചില കോളേജസിൽ 6, ചിലതിൽ 5.5 ബാൻഡ്സ് ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും ഒരു 6.5 എയിം ചെയ്ത് ആ സ്കോർ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ സേഫ് ആയിരിക്കും. സക്സസ് റേറ്റ്, ഏത് വിസയ്ക്കാണ്, SDS-നാണോ നോൺ SDS-നാണോ സക്സസ് റേറ്റ് കൂടുതൽ? SDS കാറ്റഗറിക്കാണ് സക്സസ് റേറ്റ് കൂടുതൽ ആയിരുന്നത്. റിജക്ഷൻസ് വളരെ കുറവാണ് SDS-ൽ. അതേ സമയത്ത് നോൺ SDS കാറ്റഗറിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വൈവ റിജക്ഷൻ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ വിസ ടൈമിൽ റിജക്ഷൻ ആവാനായിട്ട് സാധ്യത കൂടുതലാണ്. പ്ലസ് IELTS സ്കോർ കുറവായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വൈവ റിജക്ഷൻ ചാൻസ് കൂടുതലാണ്. അല്ലാതെ നമ്മൾ കറക്റ്റായിട്ട് ഡോക്യുമെൻറ്റ്സ് വെച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ SDS ആണെങ്കിലും നോൺ SDS ആണെങ്കിലും റിജക്ഷൻ ഒക്കെ കുറവായിരിക്കും. പക്ഷേ നോൺ SDS കാറ്റഗറിയിൽ അഡീഷണൽ ആയിട്ട് കുറേ കാര്യങ്ങൾ വരുന്നില്ലേ? IELTS സ്കോർ നമ്മൾ കുറവായിട്ടാണ് അപ്ലൈ ചെയ്തതെങ്കിൽ അത് വിസ കിട്ടാനുള്ള ഇഷ്യൂസ് വരും. ഇത്രയൊക്കെയാണ് SDS ആൻഡ് നോൺ SDS ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ IELTS സ്കോറും ഫീസും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ഏതാണ് ബെറ്റർ എന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്താൽ, നിങ്ങൾ ഏത് അപ്ലൈ ചെയ്താലും നിങ്ങൾ കറക്റ്റ് ഡോക്യുമെൻറ്റേഷൻ വെച്ചിട്ട് വിസ അപ്ലൈ ചെയ്യാം.